ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നു മുതൽ നിങ്ങൾക്കായി പുതിയൊരു അധ്യായമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ജർമ്മൻ ലാംഗ്വേജ്. വളരെ ഈസിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം എന്നതാണ് ഇനി മുതലുള്ള എൻ്റെ വീഡിയോകളിൽ ഉണ്ടാവുക. അപ്പം നമ്മളെല്ലാവർക്കും വളരെയധികം ആഗ്രഹമാണ് പുതിയൊരു ലാംഗ്വേജ് അഥവാ ഭാഷ പഠിക്കുക എന്നുള്ളത്. നമ്മൾ ഒരു ഭാഷ പുതുതായി പഠിക്കും തോറും നമ്മുടെ അറിവ് വർദ്ധിക്കുകയും അതുപോലെ നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു മുൻഗണന എന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ മലയാളം, മാതൃഭാഷയായ നമ്മുടെ മലയാളം എന്ത് മനോഹരമാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് കൂടി ഒന്ന് സംസാരിക്കാൻ പഠിച്ചാലോ? ഓക്കെ, അപ്പൊ എന്തായാലും വളരെ ഈസിയായി ഞാൻ നിങ്ങൾക്കായി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓരോ ലെസൺ ബൈ ലെസൺ ആയിട്ട് നിങ്ങളിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അതിനായി നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും എല്ലാവർക്കും എൻ്റെ ചാനൽ ഒന്ന് ദയവായി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ മുകളിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നും ഇടുന്ന വീഡിയോസ് കറക്റ്റായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ ജർമ്മൻ ലാംഗ്വേജിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ആയി ഞാൻ പഠിപ്പിക്കുന്നത് ജർമ്മൻ ലെറ്റേഴ്സ് ആണ്. ഇംഗ്ലീഷിലായാലും നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? ലെറ്റേഴ്സ് ആണ്. ജർമ്മനിയിലും അതുപോലെ തന്നെയാണ്, ജർമ്മൻ ലെറ്റേഴ്സ് ആണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ ജർമ്മൻ ലെറ്റേഴ്സ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പോലെ തന്നെയാണ് എഴുതുന്നത്, അതിൽ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, പക്ഷെ അതിൽ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം എന്നതാണ് മാറ്റമുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 ലെറ്റേഴ്സ് ആണ്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന 5 ലെറ്റർ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം. എ, ബി, സി, ഡി, ഇ. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ എ, ബി, സി, ഡി, ഇ എന്ന് ഉച്ചരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെ ജർമ്മനിയിൽ പ്രൊനൗൺസ് ചെയ്യാമെന്ന് നോക്കാം. അതിന്റെ താഴെ ഞാനത് ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്ന് ഇംഗ്ലീഷ് വേർഡ്സിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സുഖമായ മലയാളം നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉച്ചരിക്കാൻ കഴിയും. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്കായി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന എ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ആ. ഓക്കെ, നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട് ആ. നമ്മള് ബി ഉച്ചരിക്കുന്നത് ബെ. ഓക്കെ, അപ്പൊ എന്താ? ആ, ബെ. സി നമ്മൾ ഉച്ചരിക്കുന്നത് സെ. ഡീന് ഡെ. ഈന് എ. ഓക്കെ, ഒന്ന് പറഞ്ഞേ നമ്മള്. ആ, ബെ, സെ, ഡെ, എ. ഓക്കെ, ആ, ബെ, സെ, ഡെ, എ. നമുക്ക് ഈസി ആയിട്ട് ആ, ബെ, സെ, ഡെ. ഓക്കെ, എങ്ങനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. ആ, ബെ, സെ, ഡെ, എ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഞാൻ ഈസി ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അപ്പം നെക്സ്റ്റ് ലെറ്റർ എഫ് ആണ്. ജസ്റ്റ് അതെങ്ങനെയാ പറയുന്നതെന്നൊന്ന് ജസ്റ്റ് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം തുടർച്ചയായി ഇനി നെക്സ്റ്റ് 5 ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.